എടി പുല്ലേ, കെട്ടിയാൻ വരുന്ന കണ്ടിട്ട് നീ താത്തേ തീത്ത ഉണ്ടാക്കിക്കൊണ്ടിരിക്കണ? ഓ, ഇന്ന് ചുമയൊന്നും ഇല്ലായിരുന്ന? വൈകുന്നേരം ബാബു സാറ് വരുന്നുണ്ട് പത്മത്തെ കാണാൻ. നിന്റെ ഭാഗ്യം ഒന്ന് കൂട്ടിയാ മതി. 10,500 ഏക്കർ തോട്ടവും 40 ലോറിയും പിന്നെ ഒന്ന് കെട്ടി 2 പിള്ളേരും ഉണ്ട്. അത് വലിയ കുറ്റാ? ഇന്നത്തെ കാലത്ത് കാശുണ്ടെങ്കിൽ. അതെ, എന്റെ കല്യാണം ആലോചിച്ച് ചേട്ടൻ ബുദ്ധിമുട്ടണ്ട. സമയമാകുമ്പോ അത് ദൈവം നടത്തിക്കോളും. പരമേശ്വരൻ തീരുമാനിക്കും, ദൈവം നടത്തും. അതാ രീതി. ബാബു സാറാ? വാ സാറേ, നമ്മളൊരു ചെറിയ സെറ്റപ്പാ, പാവങ്ങളല്ലേ. പരമേശ്വരൻ പറഞ്ഞായിരുന്നു സാറ് വരുമെന്ന്. ഓ, എന്നാലും അങ്ങോട്ട് വിശ്വാസം വന്നില്ല. സാറിനെ പോലെ ഒരു വലിയ പണക്കാരൻ നമ്മുടെ വീട്ടിൽ. എന്നാ പണമോ ശോഭനെ? 100-500 കോടി രൂപ കയ്യിലുണ്ടെന്ന് വെച്ചിട്ട് നമ്മളൊക്കെ മനുഷ്യരല്ലയോ? തന്നെയല്ല, നാളെ നിങ്ങളൊക്കെ ബന്ധുക്കളാവാൻ പോവില്ലയോ? പരമേശ്വര, എവിടെ നമ്മുടെ ആള്? വിളിക്ക്. സാറിഞ്ഞോട്ട് വന്നാട്ടെ സാറേ, വന്നാട്ടെ. ഇങ്ങോട്ട് ഇരുന്നോട്ടെ, ഇരുന്നോട്ടെ. ഇതാ വരുന്നേ. ഞാൻ ഉച്ചയ്ക്ക് പറഞ്ഞില്ലായിരുന്നോ ബാബു സാറിന്റെ കാര്യം? സാറ് വന്നിട്ടുണ്ട്, മോളെ കാണാനാ. നീ അങ്ങോട്ട് ചെന്ന് സാറിന് എന്തെങ്കിലും ഒഴിച്ചു കൊടുക്കുക, എടുത്തു കൊടുക്കുക ചെയ്യ്. സാറിന് സന്തോഷാവട്ടെ. എനിക്ക് ആരും കാണണ്ടെന്ന് ഞാൻ പറഞ്ഞതല്ലേ. കല്യാണം കഴിക്കാൻ വന്നിരിക്കുന്നു, ഇറങ്ങി പോവാൻ പറയാളോട്. മാന്യമാരും വെച്ച് എന്നെ അവമാനിച്ചാലുണ്ടല്ലോ. നിന്നെ കാണാനാണ് ബാബു സാർ വന്നെങ്കിൽ കാണുക എന്റെ ശിവടി. അറിയില്ല നിനക്ക് പരമേശ്വരനെ. നിന്റെ ഒറ്റ ബലത്തിലാണ് ഇവിടെ കിടന്ന് പൊളയുന്നത്. അയാൾ മരിച്ചില്ല, പക്ഷെ മരണത്തെക്കാളും ഭീകരമായൊരു വിധിയായിരുന്നു ദൈവത്തിൻ്റെത്. കഴുത്തിന് താഴേക്ക് തളർന്നു പോയി. കേസ് ഏറ്റെടുക്കാമെന്ന് ചേച്ചി പറഞ്ഞു. 2 വയസ്സുള്ള കുഞ്ഞുമായി ചേച്ചി ജയിലിൽ പോവാനോ? ഞാൻ ഏറ്റെടുത്തു കേസ്. 4 വർഷം ചേച്ചിക്ക് വേണ്ടിയാ. ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞാൻ. പക്ഷെ ചിലപ്പോൾ ഏറ്റവും മൂർച്ചയുള്ള ആയുധം സ്നേഹമാണ്. എങ്ങോട്ടാ മോളെ കൊണ്ട്? ഇവിടെ പറ്റത്തില്ല. കെട്ടിക്കാൻ പ്രായമുള്ള ഒരു പെങ്കൊച്ചുണ്ട് ഇവിടെ. വീട്ടിലൊരു ജയിൽ പുള്ളി ഉണ്ടെന്ന് അറിഞ്ഞാലേ അതിന്റെ ഭാവിയും കൂടെ പോകും. ഓ, നിങ്ങളുടെ ശോഭനെ ഞാനും കണ്ട. എനിക്ക് മാത്രമല്ല, നിങ്ങളുടെ മൂത്ത മോക്ക് സമ്മതമല്ല ഇവിടെ ഇവിടെ നിർത്താൻ. അങ്ങോട്ട് പോയി പറഞ്ഞു കൊടുക്കേ. ചേച്ചി വേണ്ട, നീ എന്നെ അങ്ങനെ വിളിക്കണ്ട. ചേച്ചിക്ക് വേണ്ടിയല്ലേ നിന്നോട് ഞാൻ പറഞ്ഞോടി എന്നെ രക്ഷിക്കാൻ. ജീവൻ എടുക്കാനോ തല്ലി ജീവിച്ചോ ആക്കാനോ ആയിരുന്നെങ്കിൽ എന്നെ എനിക്കത് സാധിച്ചത്. അയ്യോ, നിന്നെ എനിക്കിനി കാണണ്ട. പണ്ട് നാട് വിട്ടുപോയൊരു ചിത്തിയുണ്ട് മധുരയിൽ, അവിടേക്കാ. அந்த பரமேஸ்வரனுக்கு தானே பின்னாடி வந்தது. സൂസി, ഹലോ ഹലോ ഹലോ. റേഞ്ച് പോയി മതി. 3 ജോഡി ഡ്രസ്സ് എടുത്താൽ മതി. പിന്നെ ആ കോഴിക്കൂടിൻ്റെ 2 ആണികൾ ഇരിപ്പുണ്ടല്ലോ, അതൊന്ന് തറപ്പിച്ചേക്കണേ. ഇല്ലേ തിരിച്ചു വരുമ്പോഴേക്കും കോഴികളൊക്കെ പുതുതായിട്ട് ഇറങ്ങിയ ജീവി അങ്ങ് കൊണ്ടുപോകും. ശരി. ഭാര്യ സൂസി വലിയ വർത്താനക്കാരിയാ. അല്ല, മിണ്ടാനും പറയാനും അവൾക്ക് ഞാനേ ഉള്ളൂ. എനിക്ക് അവള്. തമ്പുരാൻ എല്ലാം തന്നു, മക്കളൊഴികെ. അല്ല, സാമിക്ക് എത്ര മക്കളാ? മധുരയിൽ ചെന്നിട്ട് വേളാങ്കണ്ണിക്ക് പോകണം. അതാ അവളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നേ. ഒരു ദൂരയാത്രയ്ക്ക് പോകാൻ പറ്റിയ സമയമല്ലല്ലോ. എന്നാ സമയ സ്വാമി? വാച്ച് നമ്മളുണ്ടാക്കുന്നല്ലയോ, അപ്പൊ സമയവും നമ്മളുണ്ടാക്കുന്നല്ലയോ സ്വാമി? നിങ്ങൾ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ട്. രാഗിമിനിക്ക് ഒരു ആയുധവുമായി നടക്കുന്ന ആളാണ് നിങ്ങൾ. യാത്രയ്ക്ക് കൂട്ട് എപ്പോഴും ഒരു ആയുധമാണ് നല്ലത്. അപ്പൊ ആരോ ചതിച്ചിട്ടുണ്ട് നിങ്ങളല്ലേ? അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് ആരൊക്കെയുണ്ട്? യാരുമില്ല. ആരും? இருந்தாங்க. பொண்டாட்டி, புள்ள, வீடு. என்னோட கதை விடுறதல்ல மாயாண்டி குப்பத்தில் இருந்து.
സോളവും കരിമ്പും പൂക്കുന്ന മായാണ്ടിക്കുപ്പത്തു നിന്നാണ്. ആറുമുഖം എന്ന തമിഴൻ ബ്രോക്കർക്കൊപ്പം ഞങ്ങൾ കുറേ കുട്ടികൾ. വിളക്കെടുക്കാൻ വേട്ടക്കാരൻ വർക്കിയെ പോലെ പരുന്തുണ്ട കണ്ണുകളുള്ള മുതലാളിമാർ. அழாத பாபா அழாத. ரொம்ப பயமா இருக்கு. டேய் என்னடா இது? ஏ மச்சான் ஏன் கேக்குற? കെട്ടിയിറക്കോടാ. ആ ഇതൊന്ന് വടിച്ചിറക്കട്ടെ, അത് കഴിഞ്ഞ് മതി. ഓ ആ കിളി ഇറങ്ങി വാ. ആറുമുഖം, നിനക്ക് പിടികിട്ടിയടാ അവിടെ? നമ്മുടെ പെരുവന്താന എസ്റ്റേറ്റിലെ മാനേജരായിരുന്ന കനകരാജന്റെ ഭാര്യ ലക്ഷ്മിക്കുട്ടി. വീട് വെക്കാനാന്ന് പറഞ്ഞ വാങ്ങിയതേ രൂപ 1-2 അല്ലായിരുന്നു, 75,000. ഒടുക്കം വീടും വെച്ചില്ല. ഒരു നെഞ്ചുവേദന വന്ന് അവൻ തെക്കോട്ടങ്ങ് പോയി. പിന്നെ പിടിച്ച പിടിയാലെ ഞാൻ ഇവിടെ അങ്ങ് പൊക്കി. നമുക്ക് പിഴപ്പലിശയെങ്കിലും കിട്ടണ്ടടാ. വേണം മുതലാളി. പിള്ളേര് എന്നാടി എന്റെ പേര്? ബാവ ബാവയാമി. ആറുമുഖ, വൃത്തിമനെയൊക്കെ ഉള്ളതാണോടാ? നിർത്തിക്കൊണ്ട് പറയല്ല മുതലാളി, നല്ല പൊന്നു പോലത്തെ പെണ്ണ, പൊന്നു പോലത്തെ. പണ്ട് നീ കൊണ്ടുവന്ന പോലെ ആവുമോ? അയ്യോ ഇല്ല മുതലാളി. ഇവനൊക്കെ എവിടുന്നാ? മായാണ്ടിക്കുപ്പത്തുനിന്നാ. ആഹാ, എന്നാണ് അതിന്റെ ഒക്കെ പേര്? എൻ പേര് സഞ്ജയ്. ആഹാ, ആഹാ. ഇവൻ വന്ന് വരദരാജൻ. ആ, ഇവ കൊള്ളാമല്ലോ. ഇവനെ നമുക്ക് ലാടംപൈലിയുടെ അങ്ങോട്ട് അയക്കാം. ഞാനേ ഒന്ന് പാല വരെ പോവാ. അവിടെ പുണ്യാളച്ചന്റെ പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുക. ഒന്നി എന്ന് കണ്ടേക്കാം, അല്ലെങ്കിൽ അയാൾക്കിനി ചൊറിഞ്ഞു കയറിയാലോ. അല്ല മുതലാളി, ഇവന്റെ കാര്യം അവനെ എങ്ങോട്ടെങ്കിലും അയക്കും. എന്തോ അതിശയമേ ദൈവത്തിൽ. ലാടൻ പൈലിയുടെ തോട്ടത്തിലേക്ക് സഞ്ജൻ ജോലിക്ക് നിയോഗിക്കപ്പെട്ടപ്പോൾ ഞാൻ അവഗണിക്കപ്പെട്ടു. എങ്ങനെങ്കിലും പഠിക്കണം, എന്തെങ്കിലും ഒരു ജോലി സംഘടിപ്പിക്കണം. അവളെ ഭാവ്യാമി എനിക്ക് സ്വന്തമാക്കണം. വർഷത്തിൽ ഒരിക്കൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമായിരുന്നു. മാരിയമ്മൻ കോവിലെ ഉത്സവകാലം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരേ ഒരു ഉത്സവകാലമായിരുന്നു.